Hi students, application of derivatives എന്ന ചാപ്റ്ററിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് നോക്കുക. നിങ്ങൾ ഈ ഫസ്റ്റ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ നോക്കൂ. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും വൈ വാല്യൂ ഇതാണ് വരിക, ഇവിടെ എത്തുമ്പോൾ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വൈ വാല്യൂ എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ ഇൻക്രീസിങ് ഫങ്ഷൻസ് എന്ന് പറയും. ഈ സെക്കൻഡ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈ വാല്യൂ എന്താണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ ഡിക്രീസിങ് എന്ന് പറയും. അപ്പോൾ വെൻ എക്സ് വാല്യൂ ഇൻക്രീസസ് കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇൻക്രീസസ് ആണെങ്കിൽ സച്ച് ഫങ്ഷൻസ് ആർ നോൺ ആസ് ഇൻക്രീസിങ് ഫങ്ഷൻസ്. അതുപോലെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഫങ്ഷൻ ഈസ് സെറ്റ് ടു ബി ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ ലെറ്റ് ഐ ബി ആൻ ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്ൻഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ എഫ്. ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി ഫസ്റ്റ് വൺ ഇൻക്രീസിങ് ഓൺ ഐ. ആ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ if x1 less than x2 in I implies f of x1 is less than or equal to f of x2 for all x1, x2 belongs to I. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. അതായത് x1 ലെസ് ദാൻ x2, അതായത് എക്സ് വാല്യൂ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വൈ വാല്യൂവിന് എന്താ സംഭവിക്കുന്നത്, വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചില കേസിൽ ഈക്വലും ആവാം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസിങ്. ഇതിൻ്റെ ഗ്രാഫ് നോക്കുക. ഇവിടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ ഇതാ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഈ വൈ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ കേസ് എത്തുമ്പോഴത്തേക്കും എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈ വാല്യൂ എന്താണ്, സെയിം ആയിട്ടാണ് വരുന്നത്. വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് ഇൻക്രീസിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, x1 ലെസ് ദാൻ x2 ഇൻ ഐ ആണെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. നമ്മൾ ഈ ഗ്രാഫ് നോക്കുക, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈക്വലിൻ്റെ കേസ് ഇവിടെ വരുന്നില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. ഓക്കെ, അടുത്തത് നോക്കാം. Decreasing on I if x1 less than x2 in I implies f of x1 is greater than or equal to f of x2. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ചില കേസിൽ ഈക്വൽ ആയിട്ടും വരാം. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയുന്നു, ഡിക്രീസിങ്. ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ നമ്മുടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ കുറഞ്ഞു വരികയാണ്. ഇവിടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ വൈ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അതിനെയാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഈക്വലിൻ്റെ കേസ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ഐ എന്ന് പറയും. ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇത് നമ്മുടെ സൈൻ എക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സൈൻ 0 0, സൈൻ π/2 1, സൈൻ π 0 അല്ലേ, സൈൻ 3π/2 -1, സൈൻ 2π 0, അങ്ങനെ പോകുന്നു. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ. ഇവിടെ നിന്ന് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാണ്. എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ 0 എന്ന് 1ലേക്ക് വന്നു. കണ്ടാ, ഇൻക്രീസ് ചെയ്തു. ഇവിടെ എത്തുമ്പോഴത്തേക്കോ ഈ വാല്യൂ 1 കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് 0ലേക്ക് പോകുന്നു. അപ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള എക്സ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ്. വീണ്ടും ഇവിടെയും ഡിക്രീസിങ് തന്നെയാണ്. 0 അത് വീണ്ടും -1ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള കേസിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. വീണ്ടും ഫംഗ്ഷൻ ഇൻക്രീസിങ്, ദെൻ ഡിക്രീസിങ്, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ മൊത്തം ഇൻ്റർവെല്ലിൽ ഇവിടെ -2π to 2π എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് പറയും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 7x - 3 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വാല്യൂ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അതായത് x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ എഫ് ഓഫ് x2.
ഓക്കെ. അപ്പോൾ ലെറ്റ് x1 ഈസ് ലെസ് ദാൻ x2. ഞാൻ ഈ ഫോമിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, 7x-3 ഫോമിലേക്ക്. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 7. നമുക്കറിയാം ഇൻഇക്വാലിറ്റിയിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല. സോ 7x1 ഈസ് ലെസ് ദാൻ 7x2. നമുക്കിവിടെ -3 ഉള്ളതുകൊണ്ട് ഞാൻ സെയിം ക്വാണ്ടിറ്റി, ഒരു ഇൻഇക്വാലിറ്റിയിൽ സെയിം ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം, സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. ഇൻഇക്വാലിറ്റിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ 7x1 - 3 ഈസ് ലെസ് ദാൻ 7x2 - 3. ഈ 7x1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? f of x1. 7x2 - 3 എന്ന് പറഞ്ഞാൽ f of x2. അപ്പോൾ നമുക്ക് x1 ലെസ് ദാൻ x2 ആകുമ്പോൾ f of x1 ലെസ് ദാൻ f of x2 എന്ന് കിട്ടി. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ R. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൂടാതെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ദെൻ f is increasing in closed interval a b if f dash x is greater than 0 for each x belongs to open interval a b. f is decreasing in closed interval a b if f dash x is less than 0 for each x belongs to the open interval a b. And third condition, f is a constant function in closed interval a b if f dash x equal to 0 for each x belongs to the open interval a b. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ, ഞാനൊരു ഗ്രാഫ് വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഗ്രാഫ് നിങ്ങൾക്കറിയാം, നമ്മുടെ പരാബോളേൻ്റെ ഗ്രാഫാണ്. ഞാൻ അതിൻ്റെ എക്സ് പോസിറ്റീവ് വാല്യൂസ് എടുക്കുന്ന കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗ്രാഫ് ഇതാ ഇവിടുന്ന് എക്സ് ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ ഗ്രാഫ് ഇതാ ഇങ്ങനെ പോന്നു. അപ്പോൾ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഈ കേസിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഞാനൊരു ടാൻജൻറ്റ്, ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചു. ഈ ടാൻജൻ്റ് ഉണ്ടോ ഇവിടെ? ഈ ടാൻജൻറ്റ്. അപ്പോൾ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എക്യൂട്ട് ആംഗിളാണ്. അല്ലെ ഈ കേർവിൽ ഇവിടുന്ന് അങ്ങോട്ട് എവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാലും അത് തീറ്റ എന്ന് പറയുന്നത് എക്യൂട്ട് ആംഗിളായിരിക്കും. തീറ്റ എക്യൂട്ട് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദാറ്റ് ടാൻജൻറ്റ് എന്ത് വരും? ടാൻ തീറ്റ വരും. എക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് ടാൻ തീറ്റ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന കേസിൽ നമ്മൾ എവിടെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്തായിരിക്കും? പോസിറ്റീവ്. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് തമ്മിലൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്? ഈ കേസിൽ ടാൻ തീറ്റ ദാറ്റ് ഇസ് സെയിം ആസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് എഫ് ഡാഷ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ് വരും. അപ്പോൾ ഈ കേസിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാര്യം ടാൻ തീറ്റ ഈ കേസിൽ പോസിറ്റീവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് എഫ് ഈസ് ആൻ ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദെൻ എഫ് ഡാഷ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മറ്റൊരു മെത്തേഡും കൂടെ നമുക്കിപ്പോൾ കിട്ടി. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അത് പോസിറ്റീവ് ആണോ നോക്കുക. എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇനി ഞാൻ ഈ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ നിങ്ങൾ. നമ്മളിവിടെ ഇപ്പോൾ ഈ കർവിൽ എവിടെയായാലും കുഴപ്പമില്ല, ഒരു ടാൻജൻറ്റ് വരക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടാൻജൻറ്റ് നമ്മുടെ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും വരിക? നെഗറ്റീവ് വരും. അപ്പോൾ ഈ കേസിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്താവും? നെഗറ്റീവ്. അതായത് എഫ് ഡാഷ് എക്സ് എന്താവും? നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? എഫ് ഡാഷ് എക്സ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഈ കണ്ടീഷനും നമുക്ക് അപ്ലൈ ചെയ്യാം. എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഞാൻ ഇവിടെ നോക്കിയാൽ മതി. എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ വൈ എപ്പോഴും എന്താണ്? ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സെയിം വൈ വാല്യൂ ആണ് വരുന്നത്. വൈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ലൈൻ ഉണ്ടോ? ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ സ്ലോപ്പ് എന്താണ്? ടാൻ തീറ്റ, ടാൻ 0 വരും. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താവും? 0. അതായത് എഫ് ഡാഷ് എക്സ് എന്താവും? ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്താവും? 0 ആവും. അപ്പോൾ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് 0 ആയിരിക്കും. ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 4x, എക്സ് ബിലോങ്സ് ടു ആർ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ട് നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാം. ദാറ്റ് ഈസ് 3x² മൈനസ് 3 × 2x, ദാറ്റ് ഈസ് 6x പ്ലസ് 4. അപ്പോൾ ഫസ്റ്റ് 2 ടേംസിൽ ഇവിടെ 3 കോമൺ ആണല്ലേ. ഞാൻ 4നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, 3 + 1, സോ ദാറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് കണ്ടെയ്ൻസ് 3 അല്ലേ. ഓക്കെ, അപ്പോൾ 3 നമുക്ക് ഔട്ട്സൈഡിൽ എടുക്കാം. 3 × x² മൈനസ് 2x പ്ലസ് 1 പ്ലസ് 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. +1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. So f dash x is greater than 0. That means the function is strictly increasing on R. Next question നോക്കാം. Prove that the function given by f of x is equal to cos x is strictly decreasing on open interval 0 pi, strictly increasing in open interval pi to pi, and neither increasing nor decreasing in open interval 0 to pi. ഓക്കെ, ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ്, ഫോർത്ത് ഒക്കെ വരുന്നത് ASTC. ഇവിടെ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ്, ഇവിടെ സൈനും റെസിപ്രോക്കലും പോസിറ്റീവ്, ഇവിടെ ടാനും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ്, ഇവിടെ കോസും റെസിപ്രോക്കലും പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമ്മൾ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നോക്കിയിട്ടാണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓപ്പൺ ഇൻ്റർവെൽ 0 പൈയിൽ നമ്മുടെ 0 പൈയിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റുമാണ് വരിക. നമുക്കറിയാം സൈൻ ഫങ്ഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ്. ഓക്കെ, അപ്പം എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ്, സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇനി നെക്സ്റ്റ് ഇൻ്റർവെൽ നോക്കാം. π to 2π. ഇതാണ് 0, ഇത് π/2, π, 3π/2, 2π. π to 2π എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡും ഫോർത്തും ക്വാഡ്രൻ്റാണ് വരിക. സൈൻ എക്സ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി ഈ ഫ്രം 1 and 2 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ ആദ്യം ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്രീസിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിക്രീസിങ് എന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ y = cos x-ൻ്റെ ഗ്രാഫ് നോക്കിയിട്ടും പറയാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ 0 പൈ ആണ്. ഇവിടെ നോക്കൂ, ഇതാണ് 0, ഇവിടം വരെ പൈ ആണ്. ഈ കേസിൽ നമ്മുടെ എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും വൈ വാല്യൂ ഇതാ ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഇവിടെ 1 ആണ്, അത് കുറഞ്ഞ് എവിടത്തേക്ക് എത്തുന്നു? -1 എത്തുകയാണ് ചെയ്യുന്നത്. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. നെക്സ്റ്റ് ഇൻ്റർവെൽ നോക്കുക. π to 2π, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ വാല്യൂ കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ഈ കേസിൽ ഇൻക്രീസിങ്. ഇനി ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 0 to 2π നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് പിന്നെ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the intervals in which the function f given by f of x is equal to x² minus 4x plus 6 is strictly increasing, അതുപോലെ strictly decreasing. നമ്മൾ ആ ഫംഗ്ഷൻ എടുത്തു, എഫ് ഡാഷ് എക്സ് കാണുക, അതായത് ഡെറിവേറ്റീവ് = 0 കൊടുക്കുക, എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2. ഇനി ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ -ഇൻഫിനിറ്റീനെ 2 ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർവെൽസ് വരിക ഇവിടെ? ഓപ്പൺ ഇൻ്റർവെൽ -ഇൻഫിനിറ്റി ടു ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഫസ്റ്റ് ഇൻ്റർവെൽ എടുക്കാം. അതിലേതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. ഞാനിവിടെ 1 എടുത്തു. ഈ ഇൻ്റർവെല്ലിൽ വരുന്ന വാല്യൂ ആണ്. എഫ് ഡാഷ് എക്സിൻ്റെ സൈന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഡാഷ് 1 നോക്കുക. അപ്പോൾ 2 × 1 - 4, അതായത് 2 - 4 വരും. ദാറ്റ് ഈസ് -2 വരും. അപ്പം നെഗറ്റീവ് അല്ലെങ്കിൽ <0 വരുന്ന കേസിൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അടുത്ത ഇൻ്റർവെൽ നോക്കാം. 2 ഇൻഫിനിറ്റിയിൽ ഒരു വാല്യൂ ഞാൻ 3 എടുത്തു. എഫ് ഡാഷ് 3 നോക്കുകയാണ്. അപ്പോൾ 2 × 3 - 4, ദാറ്റ് ഈസ് 6 - 4, 2 പോസിറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the intervals in which the function f given by f of x is equal to sin 3x in this interval is increasing, അതുപോലെ decreasing. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ 3x ആണ്. എഫ് ഡാഷ് എക്സ് എന്ത് വരും? സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് cos 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x, ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ 3 cos 3x ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് cos 3x ഈക്വൽ ടു 0. നമുക്കറിയാം കോസ് ഫംഗ്ഷൻ എപ്പോഴാണ് 0 വരുന്നത്? കോസ് ഫംഗ്ഷൻ 0 വരുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ലാണ്.
അപ്പോൾ ഇവിടെ വരിക 3x ഈസ് ഈക്വൽ ടു π/2, 3π/2, 5π/2 എക്സെട്ര വരും. -π/2, -5/2, -3π/2 ഒക്കെ വരും കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻ്റർവെൽ പോസിറ്റീവ് ആയതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ലെന്ന് മാത്രം. അപ്പോൾ എക്സ് വാല്യൂ എന്താണ് വരിക? π/6 അല്ലേ, 3 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. π/2 നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ, π/2 നമ്മുടെ ഇൻ്റർവെല്ലിന് ശേഷം വേണ്ട, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഈ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഗിവൺ ഇൻ്റർവെല്ലിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π/6, പിന്നെ വരിക സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ π/6 π/2. ഇനി ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു വാല്യൂ എടുക്കുക, എന്നിട്ട് f'(x)ൻ്റെ സൈന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ആവറേജ് എടുക്കുക, 0 + π/6 ഡിവൈഡ് ബൈ 2 π/12 കിട്ടും ഇല്ലേ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു വാല്യൂ ആണത്. അപ്പോൾ f'(x)ൻ്റെ സൈന് ചെക്ക് ചെയ്യാം. അപ്പോൾ f'(π/12) 3 cos 3 × π/12, 3 12 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ cos π/4 വരും, 1/√2 വരും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്താണ്? പോസിറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അടുത്ത ഇൻ്റർവെല്ല് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഇൻ്റർവെൽ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ π/6 π/2 ആണ്. π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്, π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. അതിനിടയിലാണ് നമ്മുടെ 60 വരുന്നത് അല്ലേ. അപ്പം ഞാൻ π/3 എടുത്തു ഇവിടെ. അപ്പോൾ f'(π/3) കണ്ടു നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ 3 ക്യാൻസൽ ചെയ്താൽ cos π വരും, -1 ആണ്. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f given by f(x) is equal to sin x plus cos x. Closed interval, x belongs to the closed interval 0 to π is strictly increasing or strictly decreasing. അപ്പോൾ ഇവിടെ f'(x) കണ്ടു നോക്കാം. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് cos x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പോൾ f'(x) ഈക്വൽ ടു 0 കൊടുത്താൽ cos x മൈനസ് sin x ഈക്വൽ ടു 0, ഓർ cos x ഈക്വൽ ടു sin x, ഓർ sin x ഈക്വൽ ടു cos x. നമുക്കറിയാം sin x-ഉം cos x-ഉം ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? ഒന്ന് 45 ഡിഗ്രി അല്ലേ. ഇത് ഈ ഡയഗ്രം നോക്കി, ഈ ആംഗിൾ π/4 അല്ലെങ്കിൽ 45 ഡിഗ്രി ആകുമ്പോഴത്തേക്കും sin x ഈക്വൽ ടു cos x ആണ്. പിന്നെ അതേപോലെ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ π പ്ലസ് π/4 വരും, അതായത് 5π/4. ഈ രണ്ട് വാല്യൂസിലാണ് ഇത് ഈക്വൽ ആവുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഗിവൺ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 π/4, ദെൻ ഓപ്പൺ ഇൻ്റർവെൽ π/4 5π/4, അടുത്തത് സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 5π/4 2π. ഇനി ഈ ഇൻ്റർവെൽസിലൊക്കെ നമ്മുടെ f'(x)ൻ്റെ സൈൻ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്തു 0 π/4, π/4 45 ഡിഗ്രി, നമുക്കറിയാം 30 ഡിഗ്രി ഇതിലാണ് വരിക. സോ π/6 എടുത്തു. അപ്പോൾ f'(π/6) കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് cos π/6 മൈനസ് sin π/6 കിട്ടും. ദാറ്റ് ഈസ് √3/2 മൈനസ് 1/2, ഓർ √3 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. √3 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പോസിറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് ഇൻ്റർവെൽ എടുക്കുക, ഇത് 45 ഡിഗ്രി ആണ് അല്ലേ. ഇത് 5π/4 തേർഡ് ക്വാഡ്രൻറ്റിലെത്തി അല്ലേ. അപ്പോൾ 225 വരും. അപ്പോൾ ഇതിലിടയിലുള്ള ഒരു ആംഗിളാണ് നമ്മുടെ 60 ഡിഗ്രി. 60, 90, 180 ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഏതെങ്കിലും ഒന്ന് എടുക്കുക. π/3 എടുത്തു ഞാൻ. ഓക്കെ, അപ്പോൾ f'(π/3) എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 മൈനസ് √3 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ആൻസർ എന്താവും? നെഗറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അടുത്ത ഇൻ്റർവെൽ എടുക്കുക, അതിൽ വരുന്ന ഒരു ആംഗിളാണ് നമ്മുടെ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2. അപ്പോൾ f'(3π/2) എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക 0 മൈനസ് -1, ദാറ്റ് ഈസ് 1 പോസിറ്റീവ് കിട്ടും. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² + 2x - 5. ലെറ്റ് f(x) ഈസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ. f'(x) കാണാം 2x + 2. f'(x) ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 2x ഈക്വൽ ടു -2 വരും, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു -1. ഓക്കെ, ഈ -1നെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റിയൽ നമ്പേഴ്സിനെ 2 ഇൻ്റർവെൽസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ -∞ -1 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ -1 to ∞. ഞാൻ ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്തു, അതിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. -100, -1000 ഇഷ്ടംപോലെ വാല്യൂ ഉണ്ടല്ലേ. ഞാൻ -2 എടുത്തു ആ ഇൻ്റർവെല്ലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വരിക f'-2. f'-2 എന്ന് പറയുമ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 × -2 + 2 കിട്ടും. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. ഇനി നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് ഇൻ്റർവെൽ എടുക്കുക, ഓപ്പൺ ഇൻ്റർവെൽ -1 ∞. അതിലേതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഞാൻ 0 എടുക്കുന്നു. അപ്പോൾ f'0 കാണുമ്പോൾ 2 × 0 + 2 വരും, ദാറ്റ് ഈസ് 2 പോസിറ്റീവ് വരും. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10 മൈനസ് 6x മൈനസ് 2x സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനായിട്ട് എടുത്തു. എഫ് ഡാഷ് എക്സ് കാണുക. അപ്പോൾ നമുക്ക് വരിക -6 മൈനസ് 4x. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും -6 മൈനസ് 4x ഈക്വൽ ടു 0 ഓർ -6 ഈസ് ഈക്വൽ ടു 4x ഓർ x ഈസ് ഈക്വൽ ടു -6/4 ദാറ്റ് ഈസ് -3/2. ഈ പോയിന്റിൽ വെച്ച് നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ -∞ ഇൻഫിനിറ്റീനെ 2 ഇൻ്റർവെൽസ് ആക്കി ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർവെൽസ് കിട്ടുക ഓപ്പൺ ഇൻ്റർവെൽ -∞ -3/2 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ -3/2 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്തു. -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണ്. ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം, -3 -5 -10 എന്തെങ്കിലും. ഞാൻ -2 എടുത്തു. അപ്പോൾ എഫ് ഡാഷ് -2 കാണുക. എഫ് ഡാഷ് -2 കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ എന്താണ്? 2, അതായത് പോസിറ്റീവ്. എഫ് ഡാഷ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -6 മൈനസ് 4 ഇൻറ്റു -2 വരും. ദാറ്റ് ഈസ് -6 + 8. സോ ദ ആൻസർ ഈസ് പോസിറ്റീവ്. അതിനർത്ഥം എന്താണ്? ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി നെക്സ്റ്റ് ഇൻ്റർവെൽ എടുക്കുക. ഓപ്പൺ ഇൻ്റർവെൽ -3/2 ടു ഇൻഫിനിറ്റി. അതിലുള്ള ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുക്കുക. ഞാൻ 0 ആണ് എടുത്തത്. അപ്പോൾ എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഡാഷ് എക്സിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ -6 വരും. ദാറ്റ് ഈസ് നെഗറ്റീവ്. So the function is strictly decreasing in that interval. Okay, next question നോക്കാം. x + 1 the whole cube into x - 3 the whole cube, that is f of x ആയിട്ട് എടുക്കുക. f dash x കാണുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. So x + 1 the whole cube into derivative of x - 3 the whole cube, that is 3 into x - 3 the whole square plus x - 3 the whole cube into derivative of x + 1 the whole cube, that is 3 into x + 1 the whole square into derivative of x + 1 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ derivative of x - 3 എന്നൊക്കെ പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 3 into x + 1 the whole square into x - 3 the whole square കോമൺ ആണ്. ഔട്ട്സൈഡിൽ എടുക്കുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ കാണുക x + 1 + x - 3. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x + x 2x + 1 - 3 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ ഇവിടെ 2 കോമൺ ആണ്. ഞാൻ ഔട്ട്സൈഡിൽ എടുക്കുന്നു. അപ്പോൾ 2 into 3 ഇവിടെ 6 വരും. So 6 into x + 1 the whole square into x - 3 the whole square into x - 1. ഇനി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ x + 1 0 എന്ന് പറഞ്ഞാൽ x = -1, ഇവിടെ x = 3, ഇവിടെ x = 1. ഇതതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 1 3 എന്നാണ് വരിക. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർവെൽസ് എഴുതുന്നത്. അപ്പോൾ ഇൻ്റർവെൽസ് വരിക ഓപ്പൺ ഇൻ്റർവെൽ -∞ -1, ദെൻ നെക്സ്റ്റ് ഓപ്പൺ ഇൻ്റർവെൽ -1 1, നെക്സ്റ്റ് ഓപ്പൺ ഇൻ്റർവെൽ 1 3, നെക്സ്റ്റ് ഓപ്പൺ ഇൻ്റർവെൽ 3 ഇൻഫിനിറ്റി. ഇനി ഓരോ ഇൻ്റർവെൽസിലും ഏതെങ്കിലും ഒരു ആ ഇൻ്റർവെൽസിൽ വരുന്ന ഒരു വാല്യൂ എടുക്കുക, എഫ് ഡാഷ് എക്സിൻ്റെ സൈന് ചെക്ക് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഇൻ്റർവെൽ എടുത്തു. ഓപ്പൺ ഇൻ്റർവെൽ -∞ -1, ഞാൻ -2 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു അവിടെ. അപ്പോൾ എഫ് ഡാഷ് -2 എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയിരിക്കും ഇല്ലേ, സ്ക്വയർ വരുന്നതുകൊണ്ട്. അപ്പോൾ 6 into x + 1 the whole square into x - 3 the whole square എന്ന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൈന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ x - 1നെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ 6 into ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ഇൻറ്റു -2 കൊടുക്കുമ്പോഴത്തേക്കും -2 - 1 ദാറ്റ് ഈസ് നെഗറ്റീവ് വരും. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. അടുത്ത ഇൻ്റർവെൽ നോക്കാം. ഓപ്പൺ ഇൻ്റർവെൽ -1 1, അതിൽ വരുന്ന ഒരു വാല്യൂ ആണ് 0. അപ്പോൾ ഞാൻ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇവിടം വരെ പോസിറ്റീവ് ഇൻറ്റു 0 കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ്, വീണ്ടും നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. അടുത്ത ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 1 3 ആണ്. 2 അതിൽ വരുന്ന ഒരു വാല്യൂ ആണ്. എഫ് ഡാഷ് 2 എടുക്കും, ഇവിടെ 2 - 1 വന്ന് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരും. സോ ദ ആൻസർ ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് ഇൻ്റർവെൽ 3 to ഇൻഫിനിറ്റി ആണ്. ഞാൻ അവിടെ 4 എടുത്തു. 4 എടുത്താൽ 4 - 1 വന്ന് ഇവിടെ പോസിറ്റീവ് ആവും. അപ്പോൾ ആൻസർ എന്താവും? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വന്നിട്ട് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ഇൻ്റർവെൽസിൽ എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ് ആണ്. ഏതൊക്കെയാണ് ഇൻ്റർവെൽ? ഓപ്പൺ ഇൻ്റർവെൽ -∞ -1 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ -1 1. ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. കാര്യം എന്താണ്? എഫ് ഡാഷ് എക്സ് ഈസ് <0 അല്ലെങ്കിൽ നെഗറ്റീവ്. നെക്സ്റ്റ് 2 ഇൻ്റർവെൽസ്, അതായത് ഓപ്പൺ ഇൻ്റർവെൽ 1 3ലും ഓപ്പൺ ഇൻ്റർവെൽ 3 to ഇൻഫിനിറ്റിയിലും എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4x³ - 6x² - 72x + 30. Let f of x be that function. Then f dash x is equal to 4 into 3x², that is 12x² minus 6 into 2x, that is 12x minus 72 into 1, that is 72. 30യുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ 12 എന്താണ്? കോമൺ ആണ്. ഞാൻ ഔട്ട്സൈഡിൽ എടുക്കുന്നു. അപ്പോൾ വരിക 12 into x² minus x minus 6.
ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്ക് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കണം. f'(x) 0 ആവുന്ന കേസിൽ അല്ലേ. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ -3യും 2 എടുത്തു കഴിഞ്ഞാൽ -3 × 2 -6 വരും. -3 + 2 നമുക്ക് -1 വരും. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാം? 12 × x - 3 × x + 2. അപ്പോൾ f'(x) = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എക്സിന് 3യും -2 ഓർ -2, ഞാൻ ആ ഇൻക്രീസിങ് ഓർഡറിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽസ് എങ്ങനെ വരും? ഓപ്പൺ ഇൻ്റർവെൽ -∞ -2, ദെൻ ഓപ്പൺ ഇൻ്റർവെൽ -2 3, നെക്സ്റ്റ് ഇൻ്റർവെൽ വരെ ഓപ്പൺ ഇൻ്റർവെൽ 3 to ∞. ഇനി ഈ ഇൻ്റർവെൽസിലൊക്കെ f'(x)ന്റെ സൈന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -∞ to -2 ആണ്. അതിൽ വരുന്ന ഒരു വാല്യൂ ആണ് -3. അപ്പോൾ f'-3 എന്താ വരുന്നത് നോക്കാം നമുക്കിവിടെ. f'-3 എന്ന് പറയുമ്പോൾ ഇവിടെ -3 അപ്പം നെഗറ്റീവ് വരും. ഇവിടെ -3 + 2 വരും, വീണ്ടും നെഗറ്റീവ് വരും. അപ്പം 12 × നെഗറ്റീവ് ദാറ്റ് ഈസ് പോസിറ്റീവ് കിട്ടും. ഇനി ഓപ്പൺ ഇൻ്റർവെൽ -2 3ലാണ് 0 വരിക. അപ്പോൾ നമ്മുടെ f'(x)ൽ ഇവിടെ 0 കൊടുക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് × പോസിറ്റീവ് വരും. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. 3 to ∞ ഞാൻ 4 കൊടുത്തു. ഓട്ടോമാറ്റിക്കലി 4 - 3 വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെയും പോസിറ്റീവ് വരും. സോ ദ ഫൈനൽ ആൻസർ അവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ്? ഓപ്പൺ ഇൻ്റർവെൽ -∞ -2ലും ഓപ്പൺ ഇൻ്റർവെൽ 3 to ∞ലും f'(x) എന്താണ്? പോസിറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. And in the open interval -2 3, f'(x) is negative. So the function is strictly decreasing. Okay? നന്നായിട്ട് പഠിക്കുക കേട്ടോ.